നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. മറ്റുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കുവൈറ്റ് കടുത്ത പ്രതിസന്ധിയിലേക്കാണ് കടക്കുന്നത്. രാജ്യത്തിത ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ വീണ്ടും കോവിഡ് വ്യാപനമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്. ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ ഒരിടവേളയിൽ കുറഞ്ഞിരുന്ന രോഗവ്യാപനം വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നതായാണ് സൂചനകൾ. കോവിഡ് ആശുപത്രികളിൽ ആളൊഴിഞ്ഞിരുന്ന സാഹചര്യങ്ങൾ മാറി വീണ്ടും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതും ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് അമീറിയ ആശുപത്രിയിലെ കോവിഡ് വാർഡ് അടച്ചിരുന്നത് മാറിയ സാഹചര്യത്തിൽ ഞായറാഴ്ച മുതൽ വീണ്ടും തുറക്കുകയാണ്. അൽറാസി കോവിഡ് ആശുപത്രി രോഗികളുടെ എണ്ണം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സൈക്യാട്രി ആശുപത്രിയിൽ നഴ്സുമാർക്കിടയിലും രോഗവ്യാപനം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട്. ആരോഗ്യ പ്രവർത്തകർക്കിടയിലെ രോഗവ്യാപന നിരക്ക് കുറഞ്ഞ ശേഷം പൂർവാധികം ശക്തമായി വീണ്ടും മടങ്ങി വരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതാ കോവിഡ് കാലത്ത് ഏറ്റവും സഹനം അനുഭവിക്കുന്നത് ഗൾഫിലെ സാഹചര്യങ്ങളിൽ നഴ്സുമാർ തന്നെയാണെന്നത് വ്യക്തമാണ്. രോഗികളുടെ എണ്ണം കൂടുതലും നഴ്സുമാരുടെ എണ്ണം കുറവുമെന്നതാണ് സാഹചര്യത്തിന്റെ തീവ്രത കൂട്ടുന്നത്. മാത്രമല്ല, ഡ്യൂട്ടിക്കിടെ ഒരു നഴ്സിന് കോവിഡ് സ്ഥിരീകരിച്ച് അവധിയിൽ പോയാൽ പകരം ഡ്യൂട്ടിക്ക് ചുമതലപ്പെടുത്താൻ പോലും ആളില്ലാത്ത അവസ്ഥയാണ് ഉരുവാകുന്നത്. ഇതോടെ മറ്റു നഴ്സുമാരുടെ ജോലിഭാരവും മാനസിക സമ്മർദ്ദവും വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. നൈറ്റ് ഡ്യൂട്ടിക്ക് ജോലിക്ക് കയറുന്നവർ PPE കിറ്റും ധരിച്ച് ജോലി തുടങ്ങിയാൽ രാവിലെ 7:30 വരെ വെള്ളം പോലും കുടിക്കാൻ സമയമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നതാണ് മാനസിക സമ്മർദ്ദത്തിലേക്ക് ഇവരെ നയിക്കുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും പലർക്കും നടക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഡബിൾ മാസ്ക് ധരിക്കേണ്ടി വരുന്നത് മൂലം ശ്വാസതടസ്സം പോലും പലർക്കും അനുഭവപ്പെടുന്നതായാണ് പറയപ്പെടുന്നത്. അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ വർദ്ധിച്ചു വരുന്നു. എന്നാൽ അധിക അധ്വാനത്തിനനുസരിച്ചുള്ള പരിഗണനയോ ആനുകൂല്യങ്ങളോ ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതലായി ലഭിക്കുന്നുമില്ല. കുടുംബവുമായി താമസിച്ചിരുന്നവർ 2 പേരുടെ വരുമാനം കൊണ്ട് ജീവിച്ചിരുന്നിടത്ത് ഇപ്പോഴിതാ മിക്കവാറും ഒരാളുടെ വരുമാനമായി കുറഞ്ഞിട്ടുമുണ്ട്. ഇതെല്ലാം തന്നെ നഴ്സുമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ മാനസിക സമ്മർദ്ദം ഇരട്ടിയാക്കുകയാണ്. PPE കിറ്റ് ഉപയോഗിച്ച് വിശ്രമമില്ലാതെ മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ടി വരുന്നതിന്റെ സമ്മർദ്ദം, അധിക ജോലി ഭാരം, കുടുംബത്തിലുണ്ടാകുന്ന വരുമാന നഷ്ടം, ഇങ്ങനെ ഏറുന്നു പരാധീനതകൾ. ഇതെല്ലാം നഴ്സുമാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ജോലി രാജിവെച്ച് നാട്ടിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.